മോനും ഭാര്യയും കൂടി അവരുടെ കൂടെ അങ്ങ് പോരൂ. നോക്കാം. മോളെ അവനെവിടെ? ദാ ഇപ്പൊ വരുന്നു പറഞ്ഞു. വാ. അതെ, തിന്നാമ്പുറത്തോട് ഇറങ്ങി റോഡ് സൈഡിൽ പോയി നിന്നോ. പോയിക്കോ. പോ പോ. എടാ വന്നിട്ടോ, നീ കൂടെ നിന്നില്ല. യാത്ര പറയാനെങ്കിലും ഇവരൊന്ന് കൃത്യമായിട്ട് കണ്ടോട്ടെ നിന്നെ. വരട്ടെ മോനെ. നിങ്ങളെ രണ്ടാളെ അങ്ങോട്ട് വിടേണ്ട കാര്യം അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ചിട്ട് നിങ്ങൾ വരൂ. ശരി അച്ഛൻ. ഓ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. ശരി. ഓ, ഇറങ്ങി കിട്ടി നാശങ്ങൾ. ഈ സ്നേഹം കാണിക്കലൊക്കെ വേറെ അഭിനയമാണെന്നേ. എന്തിനാ ചെറിയമേ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവര് പാവങ്ങളല്ലേ. അയ്യോ ചെറിയമ്മേ, കഴിവില്ലാത്തവരൊക്കെ ഒന്നും പറയുന്നതേ സൂര്യക്ക് ഇഷ്ടല്ല. ഒന്നിനും കഴിവില്ലാത്തവർക്കല്ലേ കഴിവില്ലാത്തവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. ശരി. അല്ല, മോളെവിടെ? എന്താ അച്ഛാ? ഞാൻ രാധിക മോളുടെ കാര്യമാണ് ചോദിച്ചത്. ചേച്ചി വഴിയിൽ നിപ്പുണ്ട്. അതെന്താ? എനിക്ക് കിട്ടിയ ഭാഗ്യം കണ്ട് സഹിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛാ എന്നാ ശരി. ശരി 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 മോളെ. അല്ല മോളെ, ആ കുട്ടി ഓ, രാധേച്ചിയുടെ കാര്യാണോ? ചേച്ചി വണ്ടിയിലുണ്ട്. വണ്ടിയിലോ? ചേച്ചിയുടെ കാര്യം പറഞ്ഞ രസമാ. ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലും അച്ഛനും അമ്മയും കയറുന്നതിന് മുൻപ് ചേച്ചി തന്നിരുന്ന് സീറ്റ് തുടച്ചിടും. എന്തൊരു സ്നേഹമുള്ള കുട്ടിയാ. പത്മിനി, പരമേശ്വരനോട് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് വിടാനുള്ള ദിവസം ഇപ്പൊ തന്നെ എടുത്തേക്കാം.